അതെ വന്നുണ്ട് പോനെ നല്ല കിട്ടില്ല സാധനം കൊണ്ടാ ഓട്ടം. അതെ നമ്മുടെ ബിനുവേട്ടനൊരു കണമ്പനെ കിട്ടിയ ഡേയ്സ് കാണിച്ചാൽ അമ്മു കിട്ടില്ല സാധനം. കേപ്പിയാണ്ട് അച്ചറിനെ പിടിച്ച് കൂട്ടി കാണാം. അതെ 3 പേർക്ക് ഒരുമിച്ച് മീൻ കിട്ടിയറ കേട്ടോ. ഹലോ വിഷ്, നമ്മളപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയാറുണ്ട് വിഷുവിന്. മുനമ്പത്താണ്ടാ പുലിമുട്ടിലാണ്. നമ്മളും കൂടെ ആശാനുണ്ട്, കേപ്പിയുണ്ട്. വെന്നപ്പം വന്നിട്ടില്ല കേട്ടോ. വെന്നപ്പം കിടന്ന് ഉറങ്ങിപ്പോയി തോന്നുന്നു. നമ്മളപ്പോൾ പുലിമുട്ടിൻ്റെ അറ്റത്തോട്ട് നടക്കും കേട്ടോ. സ്പിന്നിങ് ബോളിൻ്റെ പുതിയ വീഡിയോ നമ്മളപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. കുറച്ചങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ. ഇവിടെ സൈഡിൽ ഇഷ്ടം പോലെ ചൂണ്ടക്കാരുണ്ട്. മിക്കവരും പോൾ റോഡാണ് കിട്ടുന്നത്. നമുക്കെന്തായാലും അറ്റത്ത് വിടാം. നമ്മൾ ശരിക്കും ചെറുതായിട്ടൊന്ന് വൈകിട്ടുണ്ട് കേട്ടോ. വെയിലൊക്കെ കുതിച്ച് തുടങ്ങി. വെയിൽ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കരിയിൽ മാത്രം ഉണ്ടാവും കേട്ടോ. ചെറിയൊരു തണലോലും ഇല്ലാത്ത ഏരിയയാണ്. നമുക്കപ്പോൾ എത്രയും പെട്ടെന്ന് നിന്ന് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കൊത്തണ്ടാന്ന് നോക്കട്ടോ. വെയിൽ ഷട്ടയെന്ന് പറഞ്ഞ് കൂടിയിട്ടാ നമ്മളപ്പോൾ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് തെള്ളിച്ചെമ്മീൻ കൂടെ പറഞ്ഞിട്ടാ. ആശാനും കേപ്പിയും തെള്ളിച്ചെമ്മീനിട്ടാണ് ഇടണം കേട്ടോ. അതിനുള്ള ലീഡറിലേയും നമ്മൾ സെറ്റ് ചെയ്ത് ചേർന്ന് നേരത്തെ ഒരു ചൂണ്ടയിൽ നമ്മൾ ലൂറിട്ട് കാസ്റ്റ് ചെയ്യാനായിട്ട് വിചാരിക്കണം. ലൂറിട്ട് വലിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം നമുക്ക്. അധികം ചൂണ്ടക്കാരൊന്നും ഇല്ല കേട്ടോ. 1-2 പേര് മാത്രമേ ഉള്ളൂ. അവർ ജിഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നണേട്ടാ. നമുക്ക് എന്തായാലും ഇത് എറിഞ്ഞു നോക്കാം. ഇതാണ് ടൈസ് നമ്മുടെ ലൂറ്. ഇത് നമ്മുടെ ഗില്ലീസിൻ്റെ ഗോസ്റ്റ് സീരീസിൽ വരുന്ന ലൂറാണ് ടൈസ്. അപ്പോൾ നമുക്ക് ഇവനിട്ട് കുറച്ച് നേരം ഒന്ന് എറിഞ്ഞു നോക്കാം കേട്ടോ. നമ്മുടെ ആശാനും കേപ്പി അപ്പോൾ ചെമ്മീൻ കൊടുക്കാനുള്ള ലീഡർ ലൈനൊക്കെ സെറ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പതിയെ അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. ഇവിടെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം മീനെ ചെമ്മീത്തുമ്പോൾ കിട്ടിയതാണ് കേട്ടോ. ചെറിയൊരു പണി വന്നിട്ടുണ്ടേ. ഇവിടെ കല്ലുമ്മക്കായ വറക്കാൻ ഒരു ചേട്ടൻ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നു കേട്ടോ. കാണിച്ചു തരാം. കല്ലുമ്മക്കായ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അരികത്തൊന്നുമില്ല. പുള്ളിക്കാരൻ മുങ്ങിത്തപ്പിയാണ്ട് എടുക്കണം. അരികത്തുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു 10-20 എണ്ണം പറിച്ചെടുക്കായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വൻ ടാസ്ക്കാണ് കേട്ടോ. ഇനി നമുക്ക് കാസ്റ്റ് ചെയ്യാൻ നേരത്ത് വന്ന് പുള്ളിക്കാരൻ്റെ നിർബന്ധത്തിൽ വീഴുമെന്നാവും. പുള്ളി പോട്ടാ. വഞ്ചിച്ചുണ്ടക്കാർ വന്നിട്ടുണ്ട് ടൈസ്. അപ്പോൾ നമ്മുടെ ലൂറിയുടെ കാര്യത്തിലൊരു തീരുമാനമായി കേട്ടോ. നമ്മൾ കുറേ നേരം ലൂറ് ഇറങ്ങി നോക്കി, പക്ഷേ രക്ഷപ്പാടൊന്നുമില്ല കേട്ടോ. ഇനി അവർക്ക് വല്ല മീൻ അടിക്കുമെന്ന് നോക്കാം നമുക്ക്. അവിടെ കല്ലുമ്മക്കായ വറക്കാനായിട്ട് 2 ഏട്ടന്മാർ ആയിട്ടിപ്പോൾ അതെ മീൻ അടിച്ചിറങ്ങ ടൈസ്. നമുക്ക് പോയി നോക്കാട്ടോ. അതെ നമ്മുടെ കേപ്പിക്ക് ഒരു മീൻ അടിച്ചിറങ്ങ ടൈസ്. എന്നിട്ടാണ് നോക്കാം. കയറുന്നുണ്ട്. പല്ലിക്കോര എന്തോന്ന് നോക്കട്ടോ. പല്ലിക്കോരല്ല കേട്ടോ, നമ്മുടെ വഴുതക്കുഞ്ഞാണ്. കേപ്പി ഒന്ന് കാണിച്ചേ. ഇതേ നമ്മുടെ സൈഡിലായിട്ടൊരു ചേട്ടൻ ജിഗ് കാസ്റ്റ് ചെയ്യാൻ കേട്ടോ. വാഴമീൻ്റെ സീസണായാലും വാഴമീൻ അറിയണേട്ടാ. ആക്ടിവിറ്റി ഒന്നും കാണാനില്ല. കുറച്ചധികം നേരമായിട്ടോ പുള്ളിക്കാരൻ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും അടിക്കണ്ടെന്ന് നോക്കാം നമുക്ക്. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ലൂറ് മാറ്റി ജിഗാക്കി നോക്കാം. ഇവിടെ ഒരു പുള്ളിക്കാരൻ കിടന്ന് മറിയണ്ട കേട്ടോ. നമ്മുടെ കടൽപ്പന്നിയാണ്. ജിഗ് എറിയാൻ നേരത്ത് ഉമ്മാരുടെ മേത്ത് അങ്ങനെ വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ടയും വലിച്ചുറച്ചുകൊണ്ട് അവിടെ പോകട്ടോ. നമ്മൾ ചെമ്മീനരായിട്ട് ഇട്ടിട്ട് വേറൊന്നും കുത്തിയിട്ടില്ല പിന്നെ കുറേ നേരം കട്ട പോസ്റ്റാണ്. അതേ നമ്മുടെ ആശാനൊരു മീൻ അടിച്ചായിരുന്നു ടൈസ്. എന്തിട്ട് നമുക്ക് കിട്ടിയേക്കണേ നോക്കാട്ടോ. കയറ്റേണ്ട ആശാൻ കൂരിയാണ് ടൈസ്. കുഞ്ഞു കൂരി കൊത്ത് ഭയങ്കര ശോകമാണ് ടൈസ്. നമ്മളിവിടുത്തെ ഫിഷിങ് അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാനേണ്ട. നമുക്ക് ആകെ ചെറിയൊരു വഴുതക്കുഞ്ഞിനെയും ചെറിയൊരു കുഞ്ഞു കൂരിനെയും മാത്രം കിട്ടിയുള്ളൂ. ആശാനൊക്കെ അവിടെ ചൂണ്ടഴിക്കണേണ്ട. നമുക്കപ്പോൾ ഇവിടെ നിന്ന് വിടാട്ടാ. കുരിഞ്ഞ വെയിലുമായി മീനാണെങ്കിൽ കിട്ടണില്ല. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകട്ടാ. നമ്മളപ്പോൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് കണമ്പിനെ പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. അവിടെ നമുക്കൊന്ന് കിട്ടിയ ഇവിടെ നമുക്ക് നോക്കാട്ടോ കിട്ടോ. നമ്മളപ്പോൾ കണമ്പിനുള്ള ചൂണ്ട സെറ്റായിക്കൊണ്ടിരിക്കുകയുണ്ട്. ഇതാണ് നമ്മുടെ കുളത്തിട്ടാ. കുഞ്ഞി കുളത്താവും. ചൂണ്ട കിട്ടിയിട്ട് കാണാട്ടോ. ദേ നമുക്ക് ആദ്യത്തെ കണമ്പിനെ കിട്ടിയാണ് ഡേയ്സ്. നമ്മുടെ കേപ്പിക്കാണ്ട് കിട്ടിയാണ്. കണമ്പ് കുത്തി തുടങ്ങുന്നുള്ളൂ കേട്ടോ. ചെറിയ ടൈപ്പ് കണമ്പുകളാണ് ഇപ്പോൾ അരിയത്ത് ഇങ്ങനെ കളിച്ച് നിൽക്കണം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൈസ് കണമ്പുകൾ വരും കേട്ടോ. നമുക്ക് മീനിട്ട് വെക്കാനായിട്ട് ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. തൽക്കാലത്തേക്ക് നമുക്ക് മീൻ അതിൻ്റെ അകത്തോട്ട് തട്ടാട്ടാ. അതിനിടയിൽ നമുക്കൊരു കുഞ്ഞെന്ന് അച്ചറിനെയും കിട്ടിയ ഡേയ്സ്. എല്ലാം അതിൻ്റെ അകത്ത് കിടക്കട്ടെ. അതെ ആശാന് മീൻ അടിച്ചാറ് ഡേയ്സ്. അച്ചറേണ്ട നല്ല സൈസ് അച്ചറ. എൻ്റെ അമ്മീ കേട്ടോ, നല്ല വലിപ്പമുണ്ട് കേട്ടോ. കണമ്പ് വന്ന് തുടങ്ങിയിട്ടാ. പോപ്പം വലിച്ചുകൊണ്ടുള്ള പൂക്കണ്ട. കിട്ടിയട്ടാ. കേപ്പിക്കപ്പോൾ അതെ രണ്ടാമത്തെ കണമ്പനെ കിട്ടിയാറുണ്ട് ഡേയ്സ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്ടാ. തൊട്ടരിയത്ത് തന്നെ ഒന്ന് കണമ്പ് കുത്തി തുടങ്ങി കഴിഞ്ഞപ്പോൾ പടപടാന്ന് പറഞ്ഞ് കിട്ടും കേട്ടോ.
കുത്ത് കിട്ടാനാ പണി. ഏറ്റവും കയറുന്ന ടൈമാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് കുത്തോട്ട് മതി. ആദ്യം നമുക്ക് ഒരെണ്ണം കിട്ടിയാണ് ടൈസ്. ഒരു ചെറിയ ടീപ്പ് വേണം വേണ്ട. ആങ്കർ കൊടുത്തിട്ട് വെട്ടിക്കുന്നതുകൊണ്ട് തന്നെ കുറേ എണ്ണം മിസ്സായി പോകട്ടാ. ചില ടൈമിൽ കിട്ടണേക്കാളും കൂടുതൽ മിസ്സായി പോവും. അതെ, നമ്മുടെ കേപ്പിക്ക് ഒരു അച്ചറിനെ കിട്ടിയാണ് ടൈസ്. അച്ചറിനെ ഇപ്പോൾ ഒരു 3-4 നമുക്ക് കിട്ടിയാട്ടാ. കണം പേര് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒറ്റ പോക്കണ്ട. പോപ്പപ്പെടുന്ന പായും ചെറുതാണെങ്കിലും പെട്ടെന്ന് കിട്ടാണ് കേട്ടോ. അതിനിടയിൽ നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരു പുതിയ ചൂണ്ടക്കാരൻ കൂടി വന്നിട്ടാ. നമ്മുടെ വിനോദ് ചേട്ടനാട്ടാ. വിനോദ് ചേട്ടൻ കുളിച്ച് കുട്ടപ്പനായിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് കുറിയൊക്കെ തൊട്ട് വന്നേക്കണേട്ടാ. വന്നപ്പോൾ തന്നെ ഒരു കണമ്പിനടിച്ച് കയറ്റിയിട്ടുണ്ട്. അഞ്ഞാടാ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് പാട്ടാ. നമ്മുടെ ചൂണ്ട ഉടക്കിയ ടേസ് ആശാൻ ഇറങ്ങി എടുത്തുകൊണ്ടിരിക്കും. അതെ, കേപ്പിക്കൊരു നച്ചറിനെ കിട്ടിയാറുണ്ട് വീണ്ടും. ഉണ്ടാ ഇപ്പം നമുക്ക് കിട്ടണ നച്ചറല്ല, നല്ല വലിപ്പുള്ള നച്ചറ കേട്ടോ. ഇതേ 3 പേർക്ക് ഒരുമിച്ച് മീൻ കിട്ടിയാറുണ്ട് കേട്ടോ. വിനോട്ടന് ഇതേ ഒരു കണമ്പിനെ കിട്ടിയാറുണ്ട്. ആശാൻ ഒരു നച്ചറിനെ കിട്ടിയാറുണ്ട്. നമ്മളെ കേപ്പി കിട്ടിയാറുണ്ട് കേട്ടോ. ഉണ്ടാ നച്ചറ വേസ്റ്റേ നമുക്ക് തെർമോക്കോളും അതെ നിറച്ചും കുളത്തായിട്ട് കിട്ടിയാറുണ്ട് കേട്ടോ. ബോട്ടുകാരുടെ പോയാന്ന് വലിയ കുളത്താണ്, ഒരു ലൂട് കുളത്താണ് കേട്ടോ. എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട നിറച്ചും കുളത്താണ്ടാ. കുളത്ത് കെട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കണം. കണ്ടോ തുരുമ്പൊടി ചെറുത്, നല്ല സൈസ് കുളത്താണ്. തുരുമ്പ് അളഞ്ഞെടുത്താൽ നമുക്ക് യൂസ് ചെയ്യാം. വീണ്ടും കിട്ടിയാണ് കേട്ടോ നച്ചറ. ആശാന പറഞ്ഞതിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കേപ്പിക്കും കിട്ടിയാണ് കേട്ടോ. ഈ ഇരക്ക് പിടിക്കുവാന്ന് പറയണം ആശാൻ. കൊത്തണം കേട്ടോ. അതെ പൊക്കി കമ്മു കിട്ടില്ല സാധനം. വലിയ നച്ചറാണ്ടാ തിരിയട. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം ടേസ്. കൊത്തിപ്പോൾ കുറഞ്ഞേട്ടാ. നമ്മൾ ലാസ്റ്റ് ഇര 3 പേര് കൂടി ഇടാണ്ടാ. വിനോട്ടം ഫസ്റ്റ് ഇടണം, ആശാന ഇടാമോ, കേപ്പി ഇടേണ്ട. ഇതിൻ്റെ അകത്ത് ഒരു മീന ആർക്കെങ്കിലും കിട്ടിയാൽ അമ്മ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. വിനോട്ടനെ മിസ്സായിടണ്ട കേട്ടോ. വിനോട്ടനൊന്നും കിട്ടിയിട്ടില്ല. ആശാൻ്റെ മിസ്സായിട്ടുണ്ട്. കേപ്പി വീണ്ടും ഇട്ടേക്കണ്ട. ഒരു മീൻ അടിച്ചാൽ അമ്മ സ്റ്റോപ്പ് ചെയ്യും. 3 പേര് മിസ്സായിടണം കേട്ടോ. ഇതമ്മ ഇന്നൊന്നും വൈൻഡ് അപ്പ് ചെയ്യില്ല തോന്നണം. ആശാൻ വീണ്ടും ഇട്ടിട്ടുണ്ട്. കൊത്തണ്ട കേട്ടോ, നല്ലോണം കൊത്തണ്ട്. അതെ വന്നണ്ട് പോനെ, നല്ല കിട്ടില്ല സാധനം കൊണ്ടാ. ഓട്ടം കണ്ടാരാ കിടത്ത് പായട്ടാ. കിട്ടി നല്ല കിട്ടുന്ന സാധനം കാണിച്ചേ. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിക്കണ മൊത്തം മീനാണ് ഈ ബോക്സ് നിറച്ച് നമ്മൾ പിടിച്ചിട്ടുണ്ടാ. മുകളിൽ കണമ്പാണ്ട, അടിയിൽ മൊത്തം നച്ചറിയാണ്. ഇവന്മാരൊക്കെ തന്നെയും ചൊരിഞ്ഞിട്ടിട്ട് തിരിഞ്ഞ് മാറ്റിയിട്ട് കാണിച്ചു തരാട്ടാ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണേ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഡേയ്സ്. കമൻറ്റും എന്തായാലും ഇടണോട്ടോ. നമ്മുടെ വീഡിയോന് ഇഷ്ടം പോലെ പോരായ്മകളുണ്ടെന്ന് അറിയാം. അപ്പോൾ നിങ്ങളത് കമൻറ്റായിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ പരമാവധി സെറ്റാക്കി ചെയ്യാൻ ശ്രമിക്കാട്ടാ. അപ്പോൾ എന്നാൽ പിന്നെ ഓക്കെ എന്നാൽ നെക്സ്റ്റ് ഒരു കിടിലൻ ഫിഷിംഗ് കാഴ്ചയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.